ഹലോ ഗൈസ്. അപ്പോൾ നിങ്ങൾ വിചാരിക്കണമല്ലോ ഇങ്ങോട്ടേ ഒരുക്കൊക്കെ പോകണമെന്ന് ഗൈസ്. ഞങ്ങൾ നമ്മുടെ ഹൈലൈറ്റ് മാൾ പോവാണ് ഗൈസ്. അപ്പോൾ ഞാനും അമ്മയും ചേച്ചിയും കുഞ്ഞും ഇലാനും ഇഷാനും മാമിയും പാപ്പനും വൈബും അപ്പവും എല്ലാവരും കൂടിയിട്ടാണ് പോകണത് ഗൈസ്. അപ്പോൾ അതേ ഇവരെ ഒരുങ്ങണുള്ളൂ. എൻ്റെ ഒരുക്കൊക്കെ കഴിഞ്ഞു. അതാണ് എന്നെ ഫ്രെയിമിൽ കാണാത്ത ഗൈസ്. ഫ്രെയിമിൽ ഞാൻ ഇപ്പോൾ കാണിക്കാം കേട്ടോ. അപ്പോൾ അവർ ലിപ്സ്റ്റിക്കൊക്കെ ഇട്ടുകൊണ്ടിരിക്കുകയാണ്. അമ്മ ഏതൊക്കെയോ ക്രീം വലിച്ചു വരുന്നുണ്ട് ഗൈസ്. അപ്പോൾ എൻ്റെ ഒരുങ്ങളൊക്കെ കഴിഞ്ഞു. എൻ്റെ നേരത്തെ കഴിഞ്ഞു ഗൈസ്. ഞാൻ ഒരു ബ്ലാക്ക് ടോപ്പ് ഇട്ടു, പിന്നെ നമ്മുടെ ബാഗി ജീൻസ് ഇട്ടു കേട്ടോ ഗൈസ്. അതൊക്കെ കഴിഞ്ഞ് എൻ്റെ എല്ലാ പരിപാടിയും കഴിഞ്ഞു. ഇതേ അമ്മയ്ക്ക് കമ്മലിടാൻ വേണ്ടി വിളിക്കുകയാണ് ഗൈസ്. അമ്മയ്ക്ക് ഈ ബാക്ക് ചെയ്ത് എൻ്റെ പിരിയില്ലേ അത് ഇടാൻ പറ്റുന്നതാണ്. അപ്പോൾ ഞാനത് ഇടാൻ വേണ്ടി ചെല്ലുന്നതാണ്. അപ്പോൾ ഞാൻ പറയാം അമ്മേനെ കാണാൻ കുമ്പിടിയിലെ പോലെ ഉണ്ട്, കമ്മലും മുടി കെട്ടോ ഒക്കെ നോക്കിയപ്പോൾ കറക്റ്റ് കുമ്പിടിയിലെ പോലെ ഉണ്ടെന്നൊക്കെ പറയായിരുന്നു ഞാൻ. അതൊക്കെ കഴിഞ്ഞ് ഞങ്ങളിതേ വീട്ടിൽ നിന്ന് ഇറങ്ങി മേമയുടെ അടയ്ക്ക് പോയിട്ടുണ്ട്. മേമയുടെ കാറിലായിട്ട് പോകണം ഗൈസ്. ഞങ്ങൾ ചേച്ചിയും അപ്പവും സ്കൂട്ടിയുമുള്ള പോണേ, കാരണം ചിലരും കൊള്ളില്ലല്ലോ കാറിൽ. അപ്പോൾ ദേ ഞാൻ തന്നെ പാട്ടുപാടി ഞാൻ തന്നെ ഡാൻസ് കളിക്കണം ഗൈസ്. അപ്പോൾ ഇല്ല് പറയുന്നുണ്ട് ചേച്ചിയോട് നിൽക്കുക, ഞാൻ ഫോട്ടോ എടുത്തരാന്ന് പറയുന്നത് കണ്ടില്ല ക്യാമറമാൻ. അങ്ങനെ അവൻ്റെ എനിക്ക് കുറച്ച് ഫോട്ടോസൊക്കെ എടുത്തതാണ് അവൻ്റെ ഫോണിൽ. പിന്നെ അതേ കുഞ്ഞ് നമ്മുടെ കാറ് തിരിച്ചിട്ടാണ് ഗൈസ്. അവളെ ഹൈലൈറ്റ് മാൾ വരെ ഒന്നും മേമ ഓടിപ്പിക്കില്ല. അവൾക്ക് ലൈസൻസ് കിട്ടി, പക്ഷെ എന്നാലും മേമ ഓടിപ്പിക്കില്ല. മേമയ്ക്ക് പേടിയാണ് ഗൈസ്. അപ്പോൾ അതേ അവൾ തിരിച്ചിടാണ്. ഞങ്ങൾ പാപ്പനാണ് കേട്ടോ ഓടിക്കണ കാറ്. അപ്പോൾ അവൾ തിരിച്ചിട്ടതേ അവൾ ഇറങ്ങി. പിന്നെ ചേച്ചിയും അപ്പവും സ്കൂട്ടിയുമ്പോൾ പോയിട്ടാണ് ഗൈസ്. നേരത്തെ പോയി, കുറച്ച് നേരത്തെ ഇപ്പം തന്നെ പോയുള്ളൂ. അപ്പോൾ അതേ നമ്മൾ ഹൈലൈറ്റ് മാൾ എത്തിയിട്ടുണ്ട് ഗൈസ്. ചേച്ചിയും അപ്പവും എത്തിയിട്ട് കുറച്ച് നേരമായി തോന്നുന്നുണ്ട് കേട്ടോ ഗൈസ്. അവരവിടെ നിന്ന് എന്നിട്ട് പറയാം പർപ്പിളിൽ നിന്ന് കുറച്ച് സാധനങ്ങളൊക്കെ മേടിച്ച് ചേച്ചിക്ക് മറ്റേ ബ്യൂട്ടി പ്രൊഡക്ട്സ് ഒക്കെ ഇല്ലേ അതൊക്കെ മേടിക്കാൻ പോയി. എന്നെയൊന്നും കൊണ്ടുപോയില്ല ഗൈസ്. അവൾക്കറിയാം എന്നെയൊക്കെ കൊണ്ടുപോയി മുടിയുന്നു, അതുകൊണ്ട് എന്നെയൊന്നും കൊണ്ടുപോയില്ല. പിന്നെ അതേ നമ്മൾ നേരെ പോകുന്നത് നമ്മുടെ കളിക്കുന്ന സ്ഥലത്തേക്കാണ് കേട്ടോ. അവിടെ പുതിയ പിള്ളേർക്ക് പ്ലേ സ്റ്റേഷൻ തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ അങ്ങോട്ട് പോയിട്ടുണ്ട്. അവർക്കാണെങ്കിൽ ഇത് തുടങ്ങിയെന്ന് അറിഞ്ഞപ്പോൾ തൊട്ട് പറയണ്ട എന്നെ ഞങ്ങൾ കൊണ്ടുപോകുന്നത്. അപ്പോൾ അതാണ് മെയിനായിട്ട് ഞങ്ങൾ വരാൻ കാരണം കേട്ടോ ഗൈസ്. അപ്പോൾ നമുക്ക് ഇവിടെ ആണെങ്കിൽ അവരാക്കിയിട്ട് നമുക്ക് പുറത്തേക്കൊക്കെ പോവാം. അവിടെ നമ്മുടെ നമ്പറും പേരൊക്കെ കൊടുത്താൽ മതിയിട്ടുണ്ട്. അപ്പോൾ അവർ പിള്ളേർക്ക് അറിയുകയാണെങ്കിൽ നമ്മളെ വിളിക്കും. അപ്പോൾ അവരെ ഞങ്ങൾ അവിടെ ആക്കിയിട്ട് ഞങ്ങൾ ചായ കുടിക്കാൻ പോകണം നൈസായിട്ട് ഗൈസ്. അപ്പോൾ മേമേനെ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാമായിരിക്കുമല്ലോ ഗൈസ്. ലൈഫ് ഈസ് ബ്യൂട്ടിഫുൾ ബൈ അമ്പിളി എന്ന് പറഞ്ഞ യൂട്യൂബ് ചാനലുണ്ട് മേമയ്ക്ക്. എല്ലാവരും കൂടി കയറി സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, വീഡിയോസൊക്കെ കണ്ടോളൂ കേട്ടോ ഗൈസ്. അപ്പോൾ കുഞ്ഞി ബുക്ക് നോക്കാണ് കേട്ടോ ഗൈസ്. അപ്പം ഞാൻ പറഞ്ഞു എനിക്ക് ഡാൻസ് കളിച്ചിട്ട് പൈസ ഇടാണ് ഞാൻ നിങ്ങൾക്ക് മേടിച്ചതെന്നൊക്കെ പറഞ്ഞിട്ടോ ഗൈസ്. വലിയ തള്ളൊക്കെ തള്ളിയിട്ടാണ് നടന്നു പോകുന്നത്. അത് കഴിഞ്ഞ് പിള്ളേർ വാശി പിടിച്ചിട്ട് കരഞ്ഞിട്ട് വിളിച്ചിട്ടുണ്ടായിരുന്നു ഗൈസ്. അമ്മനെ കാണണം എന്ന് പറഞ്ഞിട്ട്. അപ്പോൾ അവിടുത്തെ ചേച്ചി വിളിച്ചു. അപ്പോൾ അവരെ പോയി കൊണ്ടുവന്നു. അവർക്കാണെങ്കിൽ ഈ KFC ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ KFC അവിടുത്തെ വലിയ ടേസ്റ്റ് തോന്നിയില്ല ഗൈസ്. അപ്പം ഞങ്ങൾ പോയിട്ട് ചിക്കൻ മേടിച്ചു. അവർക്കറിയില്ലല്ലോ KFCയും ചിക്കനും തമ്മിലുള്ള വ്യത്യാസമൊന്നും. അപ്പോൾ ചിക്കൻ മേടിച്ചു. അത് കഴിഞ്ഞിട്ട് ചേച്ചിയും അമ്മയും കൂടിയിട്ട് പോയിട്ട് എന്താ പറയുക ദോശയൊക്കെ മേടിച്ചിട്ട് വന്നു. ദോശ എന്ന് പറയുമ്പോൾ കുറേ സ്ഥലം ഉണ്ടാകും കേട്ടോ. അതിലധികം പൈസ ഒന്നും അതിൽ 200 എത്ര ഉണ്ടായിട്ടുള്ളൂ, 260 250 ഒക്കെ ആയിട്ടുള്ളൂ കേട്ടോ ഗൈസ്. പിന്നെ നമ്മുടെ പിസ്താശോയുടെ ബോംബും പിന്നെ മറ്റേ സാധനമില്ലേ അതൊക്കെ മേടിച്ചായിരുന്നു. പിന്നെ അവരൊക്കെ ഫുള്ള് കഴിച്ച് കഴിഞ്ഞിട്ട് ഞങ്ങളിത് ഇറങ്ങി ഗൈസ്. ഫുഡിൻ്റെ സെക്ഷനിൽ നിന്ന് ഞങ്ങൾ ഇറങ്ങുകയാണ്. ഡെയിലിൻ്റെ ഒക്കെ വയറൊക്കെ നിറഞ്ഞില്ല വരുന്ന നോക്ക് ഗൈസ്. പിന്നെ നമ്മളിതേ നേരെ മാക്സിക്കായിട്ട് വന്നേ. നമ്മുടെ ഇലൂടെ ബർത്ത്ഡേ ആയിരുന്നു. അപ്പോൾ അതിന് കുറച്ച് ഇലുവിന് മറ്റേ ഷർട്ടൊക്കെ നോക്കാൻ വേണ്ടി വന്നതാണ്. പിന്നെ ഈ വീഡിയോ എടുത്തിട്ട് കുറച്ച് ദിവസമായിട്ട് ഗൈസ്. ഇപ്പോഴാണ് എഡിറ്റ് ചെയ്തിരുന്നതെന്ന് മാത്രം. എന്താ പറയുക 24-ാം തീയതി അവൻ്റെ ബർത്ത്ഡേ. അതിൻ്റെ പിറ്റേ ദിവസം നമ്മൾ പോയത്. അപ്പോൾ അതിന് നമ്മൾ അവന് ഷർട്ടൊക്കെ എടുത്തിട്ടുണ്ട് ഗൈസ്. ഷർട്ടും ഒരു ജീൻസ്, ഒരു ബാഗ് ജീൻസ് തന്നെ മേടിച്ചാൽ അത് എടുത്തു. പിന്നെ ഞങ്ങളുടെ സെക്ഷനിലേക്ക് വന്നതാണ് ഗൈസ്. അവിടെ അമ്മയും ചേച്ചിയും എന്തൊക്കെയോ എടുക്കുന്നുണ്ട്, എനിക്ക് അറിഞ്ഞുകൂടാ. അവൾക്ക് എടുത്തു, എനിക്ക് പറഞ്ഞാൽ കണ്ടുപിടിച്ചിട്ടുണ്ട്. ഞാൻ അവരോട് ചോദിച്ചിട്ടുണ്ട് എനിക്ക് മേടിച്ച് തരുന്നു. ലാസ്റ്റ് അവർ തരില്ല എന്നൊക്കെ പറഞ്ഞു. പിന്നെ അവരെടുത്ത് തന്നു ഗൈസ്. അവളുടെ ടോപ്പ് ഇങ്ങനത്തെ ബ്ലാക്ക് ആട്ടാ. എനിക്ക് നോക്കി അതിൻ്റെ പക്ഷേ സൈസ് ഉണ്ടായില്ല, മീഡിയം തൊട്ട് തുടങ്ങണം. അപ്പോൾ അവൾ ആ ബ്ലാക്ക് എടുത്തിട്ടോ. അവൾക്കാണെങ്കിൽ അവിടെ തണുപ്പാണല്ലോ ജോർജിയയിൽ പോകുമ്പോൾ, അതുകൊണ്ടാണ് അവൾ അങ്ങനത്തെ എടുത്തത്. അവൾ കാണിച്ചെന്നാൽ മറ്റേ കാപ്പി കളറില്ലേ, അതാണ് ഞാൻ എടുത്തത്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയുള്ളൂ ഗൈസ്. ബൈ.